ഹായ്, അസ്സലാമലൈക്കും. എനിക്ക് ചെയ്യാൻ കിട്ടിയ ഒരു ആലിയ കട്ട് കുർത്തി ആണിത്. ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയെന്ന് നോക്കാം. നമുക്കാദ്യം ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കാദ്യം മോൾ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തുക. 1/4 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വേണ്ടത്. അത് നമുക്ക് അടയാളപ്പെടുത്താം. ആം ഹോൾ 6.25 ഇഞ്ചാണ് വേണ്ടത്. അതും അടയാളപ്പെടുത്തുക. എന്നിട്ട് ഒരു ബോക്സ് ആക്കി വരച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റാണ് അടയാളപ്പെടുത്തേണ്ടത്. ചെസ്റ്റ് 9.25 ആണ്. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ബോഡി പാർട്ട് വേണ്ടിയത് 15 ആണ് ലെങ്ത്ത് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം 16 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. ഇനി നമുക്ക് വേസ്റ്റ് അടയാളപ്പെടുത്താം. വേസ്റ്റ് 8 ഇഞ്ചാണ് വേണ്ടിയത്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്കത് ഷേപ്പാക്കി വരയ്ക്കുക. ഇനി നമുക്ക് അരിക് 1 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തുക. അങ്ങനെ അടയാളപ്പെടുത്തി നമ്മൾ അടിച്ച് കഴിയുമ്പോൾ 2 തലയും തൂങ്ങി വരില്ല. അങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു പീസ് നമുക്ക് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസിൻ്റെ നമുക്ക് ആലിയ കട്ട് ഇത് ഫ്രില്ല് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. 4.5 ഇഞ്ച് താഴ്ന്ന് മേലോട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് തയ്യൽ തുമ്പിട്ട അത് ഭാഗം ഒഴിവാക്കി അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. നമുക്കത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് താഴോട്ട് ഫ്രില്ലിടാനുള്ള ഭാഗമാണ് അടയാളപ്പെടുത്തേണ്ടത്. 21 ഇഞ്ചാണ് വീതി എടുക്കുന്നത്. ലെങ്ത്ത് വേണ്ടത് ഫ്രണ്ടിന് പിന്നെ 45 ഇഞ്ചാണ് നമ്മൾ കുർത്തിയുടെ ലെങ്ത്ത്. അതിൽ 15 ഇഞ്ച് നമ്മൾ ബോഡി പാർട്ടിന് എടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ 30 ഇഞ്ച് ഉണ്ടാവും. ആ 30 ഇഞ്ചിലേക്ക് നമ്മൾ 4.5 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിന് മോളോട് കയറ്റി വെട്ടിയിട്ടുണ്ട്. ആ 4.5 ഇഞ്ച് നമ്മൾ ഇതിലേക്ക് കൂട്ടണം. അപ്പോൾ 34.5 ഇഞ്ച്. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും വേണം. അപ്പം 35 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം ലെങ്ത്ത്. 35 അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്നും 4.5 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തണം. നമ്മൾ ഫ്രില്ലിന് വെട്ടിയ അതേ ലെങ്ത്തിൽ നമ്മൾ ഈ തലക്കിൽ അടയാളപ്പെടുത്തണം. അതിലേക്ക് നമുക്ക് ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കാം. അങ്ങനെ ക്രോസ് ആയിട്ടാണ് ആ ലൈൻ ഉണ്ടാവുക. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. ബാക്ക് പാർട്ടിൽ 30 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. 15 ഇഞ്ച് ബോഡി പാർട്ടിൽ പോയപ്പോൾ 30 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത്. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പം 30.5 ഇഞ്ച് ലെങ്ത്ത് വേണം. അപ്പോൾ ബാക്കിലെ പാർട്ട് എടുത്ത് വെച്ചിട്ട് ഷേപ്പ് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് താഴോട്ട് താഴെ ഭാഗത്തേക്ക് ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് അതിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് വേണ്ടത്. സ്ലീവിൻ്റെ മുകൾ ഭാഗം നമുക്ക് സ്ട്രെയിറ്റ് ആക്കി വരച്ചു കൊടുക്കുക. നമുക്ക് സാധാ 24 ഇഞ്ചാണ് ഫുൾ സ്ലീവ് ലെങ്ത്തിന് അളവെടുക്കുക. പക്ഷേ ഇതിന് നമുക്ക് 2 ഫ്രില്ല് വേണം. ഇങ്ങനെ ചുരുങ്ങി കുറച്ച് നിൽക്കണം കൈമേൽ. അതുകൊണ്ട് നമുക്ക് 27 അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് 3.5 ഇഞ്ച് കൈയിൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്തുക. അതിലേക്ക് എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. നമുക്ക് സൈഡും അങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സെൻറ്റർ ഒന്ന് കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക്
സ്ലീവുമായി. അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്ലീവ് വെച്ചിട്ട് അതിൻ്റെ അതേ അളവ് തന്നെ ലൈനിങ് കട്ട് ചെയ്ത് ബോഡി പാർട്ട് വെച്ചിട്ടും നമ്മളെ ഫ്രണ്ട് താഴോട്ട് ഫ്രില്ല് ഇടാനുള്ള ഭാഗം വെച്ചിട്ടും ബാക്ക് പാർട്ട് വെച്ചിട്ടും നമുക്ക് ലൈനിങ് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ്. നമുക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് അടിച്ചെടുക്കുന്നത്. നമുക്ക് അരികെ ആദ്യം അടിച്ചെടുക്കാം. നമ്മൾ ക്യാൻവാസ് ഫ്രണ്ട് പാർട്ടുമേൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയ നോച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് പതിച്ചടിച്ചെടുക്കുക വേണ്ടത്. ഇപ്പോൾ നമ്മൾ പതിച്ചടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്ക് ഭാഗത്തേക്ക് ക്യാൻവാസ് ലൈനിങ്ങുമേൽ അറ്റാച്ച് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളെ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്ത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാം. സ്ലീവ് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മളെ ബാക്ക് പാർട്ടും ലൈനിങ്ങുമായിട്ട് ബാക്കിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ ഫ്രണ്ട് പാർട്ടും അതേപോലെ ഫ്രില്ലിട്ടിട്ട് സെൻറ്ററിൽ വെച്ചിട്ടാണ് നമുക്ക് ഫ്രില്ലിടേണ്ടത്. സെൻറ്ററിൽ വെച്ചിട്ട് ഒരേ ഭാഗത്തേക്ക് ഫ്രില്ലിടണം. എല്ലാ ഫ്രില്ലും ഒരു ഭാഗത്തേക്ക് തന്നെ വേണം. എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുത്താൽ നമ്മുടെ സ്റ്റിച്ചിങ് പൂർത്തിയായി. ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിന് നമ്മൾക്ക് പലാസ പാൻ്റാണ് ചെയ്തെടുത്തത്. ടിഷ്യൂ സിൽക്കിൻ്റെ ഷോളും ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.